ഗോവിന്ദൻ സ്നേഹത്തോടെ മിത്രയുടെ തലമുടിയിലൂടെ തലോടി. മോളെ. അയാൾ കുഴഞ്ഞ ശബ്ദത്തോടെ അവളെ വിളിച്ചു. അച്ഛേ. അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അയാളെ നോക്കി. സുഖാണോ? അയാൾ ഇടർച്ചയോടെ ചോദിച്ചു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ നോട്ടവും തൻ്റെ മകളുടെ മുഖത്തായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തെളിച്ചം കാണുന്നുണ്ട്. മുഖം ഒന്നുകൂടി വിടർന്നതുപോലെ. അയാൾ ആകാംക്ഷയോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കി. സുഖാണച്ഛേ. സന്തോഷാണ്. പക്ഷേ എൻ്റെ അച്ഛയുടെ ശബ്ദം, ഈ മുഖം, ഇതെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ പുഞ്ചിരിയോടെ അയാളിൽ നിന്നും അകന്നു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. ഗോവിന്ദൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി. അതുവരെ അവരെ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിയോടെ നിന്ന അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. മോനെ. ശിവ, അകത്തേക്ക് വാ. അയാൾ സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അയാളെ നോക്കി ഗൗരവത്തോടെ തലകുലുക്കി. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതുവരെ ഇല്ലാത്ത ഗൗരവം അവൻ്റെ മുഖത്ത് കണ്ടതും അവളുടെ മുഖം വാടിപ്പോയി. അച്ഛൻ ഇഷ്ടമല്ലല്ലോ, അതാവും. അവൾ സങ്കടത്തോടെ ചിന്തിച്ചു. സാർ, ഇങ്ങനെ കുറേ നേരം നിൽക്കല്ലേ, അകത്തേക്ക് വരൂ. അകത്തു നിന്നും ഒരു പ്രായം ചെന്ന സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഗോവിന്ദനോട് പറഞ്ഞു. അപ്പോഴാണ് അവർ ശിവയെയും മിത്രയെയും കാണുന്നത്. അവർ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. മിത്രയുടെ നെറ്റി ചുളിഞ്ഞു. ആരാ? അവൾ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ പേര് രാഗിണി. രണ്ടാളും അകത്തേക്ക് വരൂട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഗോവിന്ദൻ്റെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് അയാളുമായി അകത്തേക്ക് നടന്നു. മിത്ര അവർ പോകുന്നത് സംശയത്തോടെ നോക്കി. ഡി, അകത്തേക്ക് പോകുന്നില്ലേ? അവളുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ശിവ ചോദിച്ചു. അവൾ മൂളി. എന്തു പറ്റി? അവൻ സംശയത്തോടെ ചോദിച്ചു. അതാരാണാവൂ ദത്തേട്ടാ? മുന്നേ കണ്ടിട്ടില്ലല്ലോ ഞാനിവരെ. മാത്രമല്ല, ഇത് ഏതാ വീട്? എൻ്റെ അച്ഛൻ ഇവിടെ. ദത്തേട്ടൻ എങ്ങനെ അറിഞ്ഞത് എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന്? അവൾ ആകാംക്ഷയോടെ അവനോട് ചോദ്യങ്ങൾക്ക് മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ? അവൻ്റെ മുഖം കണ്ട് അവൾ ചുണ്ട് മലർത്തി. അവന് ചിരി വന്നു. അതോ, ആ പോയതാണ് നിന്റെ അച്ഛൻ്റെ പുതിയ ഭാര്യ, നിന്റെ ചെറിയമ്മ. ഇത് അവരുടെ വീട്. എന്താലേ, നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞില്ലേ? അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ദത്തേട്ടാ! അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. അവളുടെ മൂക്ക് ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ഈ പെണ്ണ്! അവൻ ചിരിയോടെ അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വിട്ടു. അല്ല പിന്നെ, അത് ആരാ എന്താന്നൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? പോയി നിന്റെ തന്തയോട് ചോദിക്കടി. അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ ചുണ്ട് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ശിവയുടെ മുഖമൊന്ന് മങ്ങി. വീട്ടിലെത്തിയപ്പോൾ എന്നെ വേണ്ടേ? അവൻ്റെ മുഖം പരിഭവത്താൽ വീർത്തുപോയി. മിത്ര പോയ അതേ സ്പീഡോടെ തന്നെ പുറത്തേക്ക് ഓടി വന്നു. ശിവ അവളെ സംശയത്തോടെ നോക്കി. എന്താടി, എങ്ങോട്ടേ പായുന്നേ? അവൻ നെറ്റിച്ചുളിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും കവറ് വാങ്ങിപ്പിടിച്ച് അവൻ്റെ ഇടത് കൈയിൽ ചുറ്റിപ്പിടിച്ചു. ശിവയുടെ മുഖം വിടർന്നുപോയി. അകത്തേക്ക് വാ ദത്തേട്ടാ, നമുക്ക് തന്നെ അച്ഛയോട് ചോദിക്കാം എന്താ അതൊക്കെയെന്ന് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നടക്ക്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അകത്തേക്ക് നടന്നു. ദത്തേട്ടാ, അച്ഛയുടെ ദേഷ്യമൊന്നും കാണിക്കല്ലേ ദത്തേട്ടാ, എൻ്റെ അച്ഛയ്ക്ക് വയ്യാത്തതാ. അവളുടെ സ്വരമിടറി. അവനൊന്ന് നിന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ദേ പെണ്ണെ, വെറുതെ മോങ്ങാൻ നിന്നാ ഞാൻ എൻ്റെ പാട്ടിന് പോകട്ടോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ ശരിയെന്ന പോലെ തല കുലുക്കി. അവനൊന്ന് മൂളിക്കൊണ്ട് അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു. ഗോവിന്ദന് നേരെ മുന്നിലായി സോഫയിൽ ഇരിക്കുകയാണ് ശിവ. അവൻ ഇടയ്ക്കിടയ്ക്ക് അയാളെ നോക്കുന്നുണ്ട്. ഗോവിന്ദൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. രാഗിണി, ചായ. ഗോവിന്ദൻ ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ കൊണ്ടുവരാം സാറേ, അവർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അച്ഛേ. മിത്ര അയാളുടെ മടിയിൽ തലവെച്ച് നിലത്തിരിക്കുകയാണ്. അയാൾ എന്താ എന്ന പോലെ അവളെ നോക്കി. അത് പിന്നെ അച്ഛേ, ആരാ അവര്? അച്ഛൻ്റെ ഇവിടെ. ഇത് ആരുടെ വീടാ? അവൾ തപ്പിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ മുഖം ചുളിഞ്ഞുപോയി. അയാൾ സംശയത്തോടെ ശിവയെ നോക്കി. ശിവ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗോവിന്ദനിൽ നിന്നും മുഖം തിരിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ അല്പനേരം ഇരുന്നു. അപ്പോഴേക്കും രാഗിണി ചായയും കൊണ്ട് ശിവയ്ക്കും മിത്രയ്ക്കും കൊടുത്തു. അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. രാഗിണിയും അവൾക്കൊരു പുഞ്ചിരി മടക്കി നൽകി. മിത്രയ്ക്ക് രാഗിണി ഉള്ളതുകൊണ്ട് വീണ്ടും ഗോവിന്ദനോട് ചോദിക്കാൻ എന്തോ മടി തോന്നി. മോൾക്കെന്നെ അറിയില്ലായിരിക്കും അല്ലേ? രാഗിണി പുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ ഇല്ല എന്ന പോലെ തല ഉലുക്കി. ഞാൻ ഗോവിന്ദൻ സാറിനെ നോക്കാൻ നിൽക്കുന്നതാ മോളെ, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. ശിവയുടെ ശ്രദ്ധ മിത്രയുടെ മുഖത്ത് നിറയുന്ന ഭാവങ്ങളിലായിരുന്നു. അച്ഛയെ നോക്കാനോ?
അച്ഛയെ നോക്കാൻ ഞാൻ രമേശോടാ പറഞ്ഞത്. രമേശ് പറഞ്ഞിട്ട് വന്നതാണോ? എത്രയാ സാലറി ആവശ്യം? അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. രമേശിക്കാവുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അതും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ജോലിക്കും പോയില്ലല്ലോ. അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് വിയർത്തുപോയി. അവളിൽ തന്നെ ശ്രദ്ധ ഊന്നിയ ശിവയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അവൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവൾ പണത്തെക്കുറിച്ച് ആലോചിച്ചാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ ചായ കുടിച്ച് പെട്ടെന്ന് സോഫയിൽ നിന്നും എഴുന്നേറ്റു. എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് അത് ശ്രീക്കുള്ള മുറിയതാ? അവൻ്റെ ശബ്ദത്തിൽ പതർച്ച. ഗോവിന്ദൻ ഒരു റൂമിലേക്ക് വിരൽ ചൂണ്ടി. അത് അതാ മോനെ, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ തല കുലുക്കി. അവൻ ഒന്നും മിണ്ടാതെ മിത്രയെ തന്നെ ഉറ്റുനോക്കി നിന്നു. മോളെ, രാഗിണി അവളുടെ തലയിൽ തലോടി സ്നേഹത്തോടെ വിളിച്ചു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ അച്ഛയെ നോക്കാനുണ്ടെന്ന്. ശമ്പളം എത്രയെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ വിവാഹം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. ഉടനെ പോവും, എന്നിട്ട് തന്നേക്കാം. അവളുടെ തല താഴ്ന്നുപോയി. ശിവയുടെ കണ്ണ് നിറഞ്ഞു. എനിക്കിവിടെ ആരും ഒരു പണവും തരാനില്ല കുഞ്ഞെ. എന്നെ ഇവിടെ നിർത്തിയതും മോളുടെ രമേശിയല്ല, അവർ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. പിന്നെ? അവളുടെ മുഖത്ത് സംശയം. ഈ നിൽക്കുന്ന ശിവക്കുഞ്ഞ എന്നെ മോളുടെ അച്ഛനെ നോക്കാൻ ഏർപ്പാടാക്കിയത്, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. മിത്ര ഞെട്ടിപ്പോയി. അവൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ? അവൾ പകച്ചുകൊണ്ട് അവരോട് വീണ്ടും ചോദിച്ചു. ശിവ കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു. സത്യം മോളെ, ശിവക്കുഞ്ഞ് എന്നെ ഇവിടെ സഹായത്തിന് നിർത്തിയത്. രാത്രി അങ്ങനെ അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് വന്ന് നിൽക്കും. പകല് ഞാനും. ഞങ്ങൾക്കുള്ള സാലറി തരുന്നതും മോനാ. ഇവിടെ വന്നന്ന് തന്നെ തന്നിട്ടുണ്ട് ഈ മാസത്തെ ശമ്പളം, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയില്ല. മോളെ, ഗോവിന്ദൻ അവളെ വിളിച്ചു. അച്ഛേ. അവൾ ചുണ്ടു വിതുമ്പിക്കൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. മോൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൾ ഇല്ല എന്ന പോലെ തലയാട്ടി. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൾ ആ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്നാ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, അയാൾ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ എന്താ എന്ന പോലെ അയാളെ നോക്കി. ശിവ പെട്ടെന്ന് മിത്രയുടെ റൂമിലേക്ക് കയറിപ്പോയി. മിത്ര അവൻ പോകുന്നതും നോക്കി നിന്നുകൊണ്ട് അയാളെ മുഖം ചരിച്ച് നോക്കി. ഇനി എന്താച്ചേ? ഇനി എന്താ ഞാൻ അറിയാനുള്ളത്? അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. ഈ വീട് അത് അത് ശിവ വാങ്ങിയതാ, അയാൾ പറഞ്ഞു. മിത്ര ഞെട്ടലോടെ അയാളെ നോക്കി. അച്ഛേ, അവൾ വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചു. കണ്ണുകൾ വീണ്ടും പെയ്തു തുടങ്ങി. സത്യം, അവൻ വാങ്ങിയതാ ഈ വീട്. എൻ്റെ ചികിത്സയ്ക്കുള്ള പണം തന്ന് എന്നെ നോക്കുന്നതും അവനാ. അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കേട്ട സത്യങ്ങളിൽ പകപ്പോടെ മിത്ര ചുമരിലേക്ക് ചാരി നിന്നുപോയി. എൻ്റെ ദത്തേട്ടനോ? എൻ്റെ ദത്തേട്ടൻ അച്ഛനെ നോക്കിയെന്നോ? പുതിയ വീട്ടിൽ അച്ഛനെ താമസിപ്പിച്ചുവെന്നോ? അച്ഛനെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയെന്നോ? അവളുടെ തൊണ്ടക്കുഴിയിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ വിങ്ങി നിന്നു. ഹൃദയത്തിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛയോട് ദത്തേട്ടന് ദേഷ്യമില്ലായിരുന്നോ? എല്ലാം അഭിനയമായിരുന്നോ? അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അച്ഛനെ നോക്കി. അവൻ നല്ലവനാ മോളെ, നല്ല മനസ്സുള്ളവനാ. എൻ്റെ മോളുടെ ഭാഗ്യം, അയാൾ കലങ്ങിയ കണ്ണോടെ പറഞ്ഞു. അവൾ അയാളെ നോക്കി നിറഞ്ഞു പുഞ്ചിരിച്ചു. ഞാനിപ്പോൾ വരാച്ചേ, ദത്തേട്ടനൊന്ന് കണ്ടിട്ട് വരാം, അവൾ പറഞ്ഞു. അയാൾ സന്തോഷത്തോടെ തലകുലുക്കി. മിത്ര വേഗം അവളുടെ റൂമിലേക്ക് നടന്നു. മിത്ര റൂമിലേക്ക് കയറി വാതിലടച്ചു. ശിവ ബെഡിൽ മലർന്നു കിടക്കുന്നുണ്ട്. അവൾ വന്നതറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. മിത്ര അവൻ്റെ അടുത്തേക്ക് വന്ന് ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ശിവ ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ 2 കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെപ്പിച്ചു. എന്നോട് പറഞ്ഞില്ലല്ലോ ദത്തേട്ടാ, എന്തിനതൊക്കെ മറച്ചു വെച്ചത്? എനിക്ക് ദത്തേട്ടാ, അവൾ തേങ്ങി. ശിവ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തി. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദത്തേട്ടാ, അവൾ വിളിച്ചു. എനിക്ക് നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ശ്രീ, എൻ്റെ അച്ഛനല്ലേ? അവൻ ചോദിച്ചു. മിത്ര നിറകണ്ണുകളോടെ അതേന്ന് തല ഉലുക്കി. ഇനി കരയില്ലേ പ്ലീസ്, കുറേ നേരമായില്ലേ, അവൻ കെഞ്ചി. അവൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു.
അത് കണ്ട് ശിവ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുമായി ബെഡിലൂടെ ഒന്ന് മറിഞ്ഞു. ഇപ്പോൾ അവൾ അവന് താഴെയും അവൻ അവളുടെ മുകളിലുമാണ്. മിത്ര അവനെ മിഴിച്ചു നോക്കി. എനിക്കിപ്പോൾ ഒരു കിസ് വേണം, അവൻ പ്രണയത്തോടെ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നു. ദത്തേട്ടാ. അവളുടെ ശബ്ദം താഴ്ന്നുപോയി. അവൻ പെട്ടെന്ന് കൈയെത്തിച്ച് പില്ലോയുടെ താഴെ നിന്നും ഒരു ഡയറി മിൽക്ക് പാക്ക് എടുത്തു. മിത്ര സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് ആ പാക്ക് കടിച്ചു പൊട്ടിച്ചു. അവൻ ആദ്യം അതൊന്ന് ടേസ്റ്റ് ചെയ്തു. പതിയെ താഴ്ന്നു വന്ന് അവനത് അവളുടെ ചുണ്ടിലേക്ക് തേച്ചു. ദത്തേട്ടാ. മിത്ര വിറയലോടെ വിളിച്ചു. എനിക്ക് വേണം. അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. അപ്പോഴേക്കും അവ അവളുടെ ചുണ്ടിലൂടെ ചെറുതായി ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. ശിവയുടെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു. മിത്ര നാണത്തോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ അവളുടെ ചുണ്ടിൻ കോണിൽ നിന്നും നാവുകൊണ്ട് ചോക്ലേറ്റ് നുണഞ്ഞെടുത്തു. മിത്ര പിടഞ്ഞുപോയി. ആ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. മിത്രയുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു. അവളുടെ പല്ലുകൾ അപ്പോഴേക്കും അവൻ്റെ മേൽചുണ്ടിനെ കടിച്ചെടുത്തിരുന്നു. ഇരുവരും ആവേശത്തോടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. മിത്ര കുറുകി. ഇരു നാവുകളും സർപ്പങ്ങളെപ്പോലെ വരഞ്ഞു മുറുക്കി. ഒടുവിൽ മിത്ര ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞതും ശിവ ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞു. അവളുടെ കൈകൾ അവനെ ചേർത്തു പിടിച്ചു. ഇരുവരുടെയും ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു, കണ്ണുകളിൽ അടങ്ങാത്ത പ്രണയവും. മിത്ര അവൻ്റെ തലമുടിയിലൂടെ കൈ കടത്തിക്കൊണ്ട് കിടക്കുകയാണ്. പക്ഷേ അവളുടെ ചിന്ത മറ്റെവിടെയാണ്. ശിവ അവളുടെ മാറിൽ കിടന്ന് അവളുടെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവളിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. മിത്ര എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് ബെഡിൻ്റെ സൈഡിലെ ചെയറിലായി വെച്ചിരുന്ന ബാക്കി ഡയറി മിൽക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. മറന്നുപോയി, അവൾ ചിരിയോടെ പറഞ്ഞു. എഴുന്നേറ്റിരുന്ന് അവൻ്റെ കയ്യിൽ നിന്നും അവളത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. എൻ്റെ പെണ്ണെ, കയ്യിലൂടെ ആവും, പതിയെ കഴിക്ക്, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ നോക്കിക്കൊണ്ട് പതിയെ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ഇതെപ്പോൾ വാങ്ങി? ഞാൻ കണ്ടില്ലല്ലോ, അവൾ സംശയത്തോടെ ചോദിച്ചു. അതപ്പോൾ തന്നെ വാങ്ങി. ആദ്യം ഒന്നേ വാങ്ങിയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നി ഒന്നുകൂടി വാങ്ങാന്ന്. അങ്ങനെ വാങ്ങിയതാ. അതിപ്പോൾ എനിക്ക് നേട്ടായില്ലേ? അവനിൽ കുസൃതി ചിരി. അവൾ അവനെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. ദത്തേട്ടന് വേണോ? അവൾ മുഖം മാത്രം ഉയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കൊച്ചു പിള്ളേരെ പോലെ ഇതേ പിന്നെ മുഖത്തൊക്കെ വെച്ച് തേക്കുന്നു. വേസ്റ്റ് ആക്കണ്ട. വേണേ ഞാൻ നേരത്തെ കഴിച്ചതുപോലെ കഴിച്ചോളാം. എന്തേ, വേണോ? അവൻ ഒരു കണ്ണിറുക്കിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനിൽ നിന്നും അല്പം അകന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ മോൻ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ, എനിക്കറിയാം കഴിക്കാൻ, അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, ശിവ ചുണ്ടുകൂട്ടി. അവൾ അത് കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. നീ പോവാണോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. ഇപ്പം വരാൻ ദത്തേട്ടാ, കൈ എഴുതട്ടെ, ഇവിടെ ബാത്റൂമില്ലല്ലോ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ തലകുലുക്കി. മിത്ര വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. തുടരും.